നമസ്കാരം. പ്രൊബേഷനും ഇൻക്രിമെൻറ്റും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇൻക്രിമെൻ്റ് എപ്പോഴൊക്കെയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുന്ന ഒരു സെക്ഷനാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. 2-3 എക്സാമ്പിൾസ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രൊബേഷൻ നമ്മൾ ഫസ്റ്റിൽ ഒരു PSC സർവീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് വെരിഫിക്കേഷനും PSCയുടെ സർവീസ് വെരിഫിക്കേഷനും കഴിഞ്ഞ് നമ്മളെ ഏകദേശം 1 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളെ സർവീസിൽ റെഗുലറൈസ് ചെയ്യും. അത് നിയമനാധികാരിയാണ് നമ്മളെ സർവീസിൽ റെഗുലറൈസ് ചെയ്യുന്നത്. ആ റെഗുലറൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ സർവീസിൽ കയറിയതിന് ശേഷം നമ്മൾ PF-ൽ അംഗമായിരിക്കണം, ഗ്രൂപ്പ് ഇൻഷുറൻസിൽ അംഗമായിരിക്കണം, SLAയിൽ അംഗമായിരിക്കണം, NBS-ൽ നമ്മൾ ചേർന്നിട്ടുണ്ടാവണം. നമുക്കൊരു പെൻ നമ്പർ ഉണ്ടാവും, നമുക്കൊരു പ്രാൺ നമ്പർ ഉണ്ടാവും. ഇതിനെല്ലാം നമ്പറുകൾ ഉണ്ടാവും. PF-നും SLAയ്ക്കും GF-നും ഒക്കെ ഓരോ അക്കൗണ്ട് നമ്പറുകൾ ഉണ്ടാവും. ആ നമ്പറുകൾ നമ്മുടെ സർവീസ് ബുക്കിൽ ഈ സർവീസ് ബുക്കിലാണെങ്കിലും രേഖപ്പെടുത്തി വയ്ക്കേണ്ടതാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നിയമനാധികാരിക്ക് നമ്മൾ അപേക്ഷിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സർവീസ് ബുക്കിൽ, അത് ഫിസിക്കൽ സർവീസ് ബുക്ക് ആയാലും ശരി, അല്ല ഈ സർവീസ് ബുക്ക് ആയാലും ശരി, അതൊക്കെ നമ്മുടെ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തി വച്ചിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾ പാസ്സായിരിക്കണം. എല്ലാവർക്കും ഇല്ല. ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന് ഒരു പരീക്ഷയും പാസ്സാകേണ്ട പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ. എന്നാൽ LDC പോലെയുള്ള തസ്തികൾക്ക് MOP പാസ്സാകണം. മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷ പാസ്സാകണം. അധ്യാപകർക്കാണെങ്കിൽ 2018 മുതൽ കയറിയവർക്ക് കൂൾ പരീക്ഷ പാസ്സാണ്. ഒരു കമ്പ്യൂട്ടർ പരിശീലനം നടത്തി വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് കൂൾ സർട്ടിഫിക്കറ്റ്. അത് നിർബന്ധമാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം. ഇതെല്ലാം ആയിട്ട് വേണം നമ്മൾ ബന്ധപ്പെട്ട നിയമനാധികാരിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ പ്രൊബേഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ്, അതിനെങ്ങനെ അപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇൻക്രിമെന്റ് എങ്ങനെ നമുക്ക് ലഭിക്കും, അതെങ്ങനെയാണ് കണക്കാക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ്. നമുക്ക് 1-2 എക്സാമ്പിൾസ് ഇവിടെ ഞാൻ എടുക്കുകയാണ്. ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ഉദാഹരണം. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് 2021 ജൂൺ 15 സർവീസിൽ കയറി. 2021 ജൂൺ 15 സർവീസിൽ കയറി. ഇപ്പൊ ഇയാൾ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ആയതുകൊണ്ട് തന്നെ ഇയാളുടെ പ്രൊബേഷൻ പീരീഡ് 1 വർഷമാണ്. അപ്പൊ ഇയാൾക്ക് ആദ്യത്തെ ഇൻക്രിമെന്റ് തന്നെ കൊടുക്കേണ്ടത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഇൻക്രിമെന്റ് തന്നെ. അപ്പൊ മറ്റ് ലീവുകളൊന്നും എടുത്തില്ല എങ്കിൽ ഇയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത് 2022 ജൂൺ 15 അതിന്റെ എഫക്റ്റ്. ചിലപ്പോൾ എഫക്റ്റ് അന്നാണെങ്കിലും ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു 4-5 മാസം കൂടി മുമ്പോട്ട് പോകും. കുഴപ്പമില്ല. ആ ഡേറ്റ് വെച്ച് തന്നെ, ആ 2022 ജൂൺ 15 വെച്ച് തന്നെ നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് തരും. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് 2021 ജൂൺ 15 സർവീസ് കയറിയ ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് അയാളുടെ ഫസ്റ്റ് ഇൻക്രിമെന്റ് കിട്ടാൻ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം. ഒരു ഉദാഹരണത്തിന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് 2022 ജൂൺ 15 ആണെങ്കിൽ ആ 2022 ജൂൺ 15 അയാൾക്ക് ഫസ്റ്റ് ഇൻക്രിമെന്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ കുറച്ച് ലീവൊക്കെ എടുത്ത് അയാളുടെ ലീവൊക്കെ എടുത്ത് പ്രൊബേഷൻ കുറച്ച് നീണ്ടുപോയി ഒക്ടോബർ 15 വെച്ചോ, അങ്ങനെയാക്കാം, നമുക്ക് മാറ്റാം. ഒക്ടോബർ 15 അയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ അയാളുടെ മറ്റ് ലീവ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അല്ലാത്ത LWA ഒഴികെ, ലോസ് ഓഫ് പേ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അല്ലാതെ ആണെങ്കിൽ ആ സർവീസ് പ്രൈവറ്റ് അഫയേഴ്സിൽ LWA എടുത്താൽ പ്രൈവറ്റ് അഫയേഴ്സിലാണ് എടുക്കുന്നതെങ്കിൽ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് എടുക്കുന്നതെങ്കിൽ അത് സർവീസിൽ ഇൻക്രിമെന്റിനോ പ്രൊബേഷനോ ഗ്രേഡിനോ ഒന്നും പരിഗണിക്കില്ല. അത് നമ്മൾ ഓർമ്മിക്കുക. അപ്പൊ അതല്ലാത്ത സാധാരണ ലീവ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിലൊക്കെ എടുത്തു, ഇയാളുടെ പ്രൊബേഷൻ
ഒക്ടോബർ 15 വരെ നീണ്ടുപോയി. അങ്ങനെയെങ്കിൽ അയാളുടെ ഫസ്റ്റ് ഇൻക്രിമെന്റ് ഒക്ടോബർ 15 കിട്ടുകയുള്ളൂ. 2022 ഒക്ടോബർ 15 മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഇൻക്രിമെന്റോ? മൂന്നാമത്തെ ഇൻക്രിമെന്റ് അയാൾ ജൂണിലാണ് സർവീസിൽ കയറിയത്. അതിന് പിന്നെ ഒക്ടോബറിലല്ല കിട്ടുക. രണ്ടാമത്തെ ലാസ്റ്റ് ഗ്രേഡിനെ സംബന്ധിച്ച് രണ്ടാമത്തെ ഇൻക്രിമെന്റ് ജൂൺ 15 സർവീസ് കയറിയത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജൂൺ 1 അതായത് 2023 ജൂൺ 1 രണ്ടാമത്തെ ഇൻക്രിമെന്റ് അയാൾക്ക് ലഭിക്കും. ഇനി ഈ 2021 ജൂൺ 15 ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് ആണ്, LDC സർവീസിൽ കയറി. 2021 ജൂൺ 15 2021 ജൂൺ 15 ഒരു UPSI LDC പോട്ടെ UPSI സർവീസിൽ കയറി. ആ UPSIക്ക് നമുക്കറിയാം 2 വർഷമാണ് പ്രൊബേഷൻ കാലഘട്ടം. അയാൾക്ക് ആദ്യത്തെ ഇൻക്രിമെന്റ് 2022 ജൂൺ 1 കിട്ടും. അതായത് ഒരു വർഷം തികയുന്ന മാസത്തിന്റെ ആദ്യ ദിവസമായ ജൂൺ 1 വെച്ച് നമുക്ക് ആദ്യത്തെ ഇൻക്രിമെന്റ് ലഭിക്കും. എന്നാൽ രണ്ടാമത്തെ ഇൻക്രിമെന്റ് അയാൾക്ക് മറ്റു ചില ലീവുകൾ എടുക്കേണ്ടത് വന്നതുകൊണ്ട് അയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത് 2023 ഡിസംബർ 25. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഡിസംബർ 25 ക്രിസ്മസ് ആണ്, അതുകൊണ്ട് വേണ്ട. ഡിസംബർ 20. 2021 ജൂൺ 15 സർവീസിൽ കയറിയത്. ഫസ്റ്റ് ഇൻക്രിമെന്റ് 2022 ജൂൺ 1 വാങ്ങി. സെക്കൻഡ് ഇൻക്രിമെന്റ് പ്രൊബേഷൻ ഡിക്ലെയർ 2 വർഷക്കാർക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റിന് മാത്രമേ സെക്കൻഡ് ഇൻക്രിമെന്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അയാൾ മറ്റ് ലീവുകൾ പലതും എടുത്തതുകൊണ്ട് അയാളുടെ പ്രൊബേഷൻ 2023 ഡിസംബർ 20 ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അയാൾക്ക് സെക്കൻഡ് ഇൻക്രിമെന്റ് കിട്ടുന്നത് 2023 ഡിസംബർ 20 എന്നാൽ അയാളുടെ തേർഡ് ഇൻക്രിമെന്റ് കിട്ടുന്നത് 2023. സെക്കൻഡ് ഇൻക്രിമെന്റ് എങ്ങനെ കിട്ടി? അയാൾക്ക് 2023 ഡിസംബർ 20 കിട്ടി. ആ ഡിസംബർ 20 ആവാനുള്ള കാരണം അന്നാണ് അയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത്. ഇനി തേർഡ് ഇൻക്രിമെന്റ് 2024 ജൂൺ 1 കിട്ടും. അതായത് അയാൾ സർവീസിൽ കയറിയ മാസത്തിന്റെ 1 തന്നെ കിട്ടും. ഏതല്ലെങ്കിൽ പ്രൈവറ്റ് ഓഫീസിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അല്ലാതെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിലാണ് ലീവ് എടുത്തതെങ്കിൽ അല്ല, ഈ ലീവുകൾ ഏതെങ്കിലും 2 മാസം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രൈവറ്റ് ഓഫീസിലോ മറ്റോ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പീരീഡും കൂടി മുമ്പോട്ട് പോകും. അല്ലാത്ത എല്ലാ സാഹചര്യത്തിലും അത് വളരെ റെയർ ആയിരിക്കും നമ്മൾ അങ്ങനെ എടുക്കുന്ന ലീവ്. പ്രൈവറ്റ് ഓഫീസിലൊക്കെ സാധാരണഗതിയിൽ ഒരു 1% ആൾക്കാർ മാത്രമേ അത്തരത്തിൽ ലീവ് എടുക്കാറുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ മൂന്നാമത്തെ ഇൻക്രിമെന്റ് 2024 ജൂൺ 1 ലഭിക്കും. ഇനി ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ള 1-2 എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഇനി മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊബേഷൻ കുറെ അധികം നീണ്ടുപോയി. ഒരു LDC സർവീസിൽ കയറി. ഒരു എക്സാമ്പിൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 2010 ഡിസംബർ 7 LDC സർവീസിൽ ജോയിൻ ചെയ്തു. 2010 ഡിസംബർ 7 ശ്രദ്ധിക്കുക. 2010 ഡിസംബർ 7 ഒരു LDC സർവീസിൽ ജോയിൻ ചെയ്തു. ഈ LDCയുടെ ഫസ്റ്റ് ഇൻക്രിമെന്റ് 2011 ഡിസംബർ 1 കിട്ടും. ഡിസംബർ 7 ജോയിൻ ചെയ്തത് 10. 2011 ഡിസംബർ 1 അയാൾക്ക് ഫസ്റ്റ് ഇൻക്രിമെന്റ് ലഭിച്ചു. ഇനി ഈ LDC MOP പാസ്സായില്ല. അപ്പോൾ നമുക്കറിയാം പ്രൊബേഷൻ കാലഘട്ടം നീട്ടിക്കൊടുക്കാൻ 3 വർഷത്തിനിടയിലെ 2 വർഷം എന്ന് പറയുന്നത് 1 വർഷം വരെ നീട്ടിക്കൊടുക്കാൻ വേണ്ടി നിയമനാധികാരിക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ല, 1 വർഷത്തിൽ കൂടുതൽ നീട്ടിക്കൊടുക്കണമെങ്കിൽ നമുക്ക്
ഗവൺമെൻറ്റിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിന് അപ്ലൈ ചെയ്താൽ ആ 1 വർഷത്തിൽ കൂടുതലുള്ള കാലം നീട്ടണമെങ്കിൽ എത്രത്തോളം നീട്ടിക്കൊടുക്കണമോ അത് നമ്മൾ അപേക്ഷിച്ചാൽ മിക്കവാറും ഗവൺമെൻറ് ആയത് പരിഗണിക്കുന്നതാണ്. ഇനി ഇത് നമ്മൾ ഇദ്ദേഹം കുറേ കാലത്തേക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷ MOP പാസ്സായില്ല. പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾ കൊണ്ടാണ് അത് പാസ്സാവാതിരുന്നത്. അങ്ങനെ 2020 നമ്മൾ ഓർമ്മിക്കണം, ഇത് വെറുതെ ഒരു എക്സാമ്പിൾ അല്ല, എൻ്റെ ഒരു സ്റ്റാഫ് തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. 2020 ഒരു 10 വർഷത്തിന് ശേഷമാണ് ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ 2020 ശേഷം 20 ഡിസംബർ, ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തതാണ്, 2020 ഡിസംബർ 10 പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു. അതായത് 10 വർഷത്തിന് ശേഷം. 2010 ഡിസംബർ 7 LDC ആയിട്ട് ജോയിൻ ചെയ്തത്. പ്രൊബേഷൻ നീണ്ടു പോയി ഈ കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ 2020 ഡിസംബർ 10 MOP ഒക്കെ പാസ്സായി. പിന്നെ ഈ പരീക്ഷ പാസ്സായി. അങ്ങനെ അപ്പോൾ ഇയാൾക്ക് നമ്മൾ 2010 മുതൽ 20 വരെ എത്ര ഇൻക്രിമെന്റ് കൊടുക്കണം, എത്ര ഇൻക്രിമെന്റ് കിട്ടാൻ അർഹതയുണ്ട്? സാധാരണ ഈ സർവീസിൽ കയറുന്ന എല്ലാവർക്കും തന്നെ ഓരോ വർഷവും ഇൻക്രിമെന്റ് കിട്ടാനുള്ള അർഹതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ 10 ഇൻക്രിമെന്റ് കിട്ടാനുള്ള, ആകെ 10 ഇൻക്രിമെന്റ് കിട്ടാനുള്ള അർഹത ഉണ്ട് അല്ലേ? അപ്പൊ 10 ഇൻക്രിമെന്റ് അർഹതയുണ്ടെങ്കിലും അതിൽ ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2011 ഫസ്റ്റ് ഇൻക്രിമെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെക്കൻഡ് ഇൻക്രിമെന്റ് കൊടുക്കണമെങ്കിലുള്ള വ്യവസ്ഥ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴേ ഇയാൾക്ക് സെക്കൻഡ് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ? അയാൾക്ക് സെക്കൻഡ് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 2020 ഡിസംബർ 10. കാരണം സെക്കൻഡ് പ്രൊബേഷൻ അന്നാണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ഒരു ഇൻക്രിമെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഇൻക്രിമെന്റ് ഡിസംബർ 10, 2020 ഡിസംബർ 10 കൊടുത്തു. രണ്ടാമത്തെ ഇൻക്രിമെന്റ് 2020 ഡിസംബർ 10 കൊടുത്തു. കാരണം 2020 ഡിസംബർ 10 അയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത്. അപ്പൊ 2 ഈ രണ്ടാമത്തത് കൊടുക്കാതെ, എന്നാൽ അയാൾക്ക് എത്ര അർഹതയുണ്ട്? ആകെ 10 അർഹതയുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ആദ്യം കൊടുത്തു, 2020 ഡിസംബറിൽ സെക്കൻഡ് ഇൻക്രിമെന്റ് കൊടുത്തു. ഈ സെക്കൻഡ് ഇൻക്രിമെന്റ് കൊടുക്കാതെ തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആകെ 10 ഉണ്ടെങ്കിലും അയാൾക്ക് രണ്ടാമത്തെ ഇൻക്രിമെന്റ് കൊടുക്കാതെ 3, 4, 5, 6, 7 കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് പുറകോട്ട് പോയി കൊടുക്കാനും പറ്റില്ല. നോഷന് കൊടുത്ത് മോണിറ്ററി ബെനിഫിറ്റും പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് എന്തേ മാർഗമുള്ളൂ ഇവിടെ? രണ്ടാമത്തത് 2020 ഡിസംബർ 10 കൊടുത്തു, 3ഉം 2020 ഡിസംബർ 10 കൊടുത്തു, 4, 5, 6, 7, 8, 9, 10 ഇത്രയും ഇൻക്രിമെന്റുകൾ 2020 ഡിസംബർ 10 കൊടുത്തു. അപ്പോൾ ആകെ 2020 ഡിസംബർ 10 എത്ര ഇൻക്രിമെന്റുകൾ ഒരുമിച്ച് കൊടുത്തു? 9 ഇൻക്രിമെന്റുകൾ കൊടുത്തു. 10 വർഷം പൂർത്തിയായതുകൊണ്ട് 10 വർഷത്തെ 10 ഇൻക്രിമെന്റ് കിട്ടാൻ അർഹതയുണ്ടായിരുന്നു. എന്നാൽ ഒരെണ്ണം മാത്രമേ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളൂ. 2 മുതൽ 10 വരെയുള്ള ഇൻക്രിമെന്റുകൾ അയാൾക്ക് ഡ്യൂ ആണ്, കൊടുക്കാനുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ സെക്കൻഡ് ഇൻക്രിമെന്റ് കൊടുക്കാവൂ. അപ്പൊ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത് 2020 ഡിസംബർ 10 അപ്പൊ ഡിസംബർ 10 2020 ഡിസംബർ 10 മാത്രമേ സെക്കൻഡ് കൊടുക്കാവൂ. സെക്കൻഡ് കൊടുക്കുന്നതിന് മുന്നേ തേർഡ് കൊടുത്തൂടല്ലോ. അപ്പോൾ ആ ഡേറ്റിന് പുറകോട്ട് പോയിട്ട് ഇൻക്രിമെന്റ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് ബാക്കി അതുവരെ അർഹതയുള്ള എല്ലാ ഇൻക്രിമെന്റുകളും 2020 ഡിസംബർ 10 വെച്ച് കൊടുക്കണം. ഇനി 11ാമത്തെ ഇൻക്രിമെന്റോ 2021 സാധാരണ പോലെയായി. 2021 ഡിസംബർ 1 അയാൾ കയറിയ മാസം ഡിസംബർ ആണ്. അതുകൊണ്ട് ഡിസംബർ 1 11ാമത്തെ ഇൻക്രിമെന്റ് നമുക്ക് കൊടുക്കാം. ആദ്യത്തെ ഇൻക്രിമെന്റ് 11 കൊടുത്തു. ബാക്കി 9 ഇൻക്രിമെന്റുകൾ ഡിസംബർ 2020 ഒരുമിച്ച് കൊടുത്തു. ആ ഇൻക്രിമെന്റുകളുടെ ഒക്കെ സാമ്പത്തിക ആനുകൂല്യം, മോണിറ്ററി ബെനിഫിറ്റ് എന്ന് മുതൽ മാത്രമേ കിട്ടുള്ളൂ? 2020
ഡിസംബർ 10 പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഡേറ്റിൽ കൊടുത്ത 9 ഇൻക്രിമെൻറ്റുകളുടെയും മോണിറ്ററി ബെനിഫിറ്റ്, സാമ്പത്തിക ആനുകൂല്യം ആ ഡേറ്റിൽ മാത്രമേ പുറകോട്ട് പോയി, ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം ലേറ്റ് ആയാലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇൻക്രിമെൻ്റ് ഓതറൈസേഷനാണ്. അതാണ് ഞാനിവിടെ ഇത്രയും എക്സാമ്പിൾ എടുത്ത് പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള 10 വർഷത്തിന് ശേഷം ടെസ്റ്റ് പാസ്സാകുന്ന പല പല സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ. ആ സാഹചര്യങ്ങൾ കൊണ്ട് ടെസ്റ്റ് പാസ്സാകുന്ന ആൾക്കാരുണ്ട്, അത് സർവീസിൽ നിലവിലുണ്ട്. അവർക്ക് ഇത്തരത്തിൽ ഇൻക്രിമെൻറ്റ് നീണ്ടു പോകും. ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് കിട്ടിയ ആ പേ വെച്ച് ക്യാരി ചെയ്ത് ഇങ്ങനെ പോകേണ്ടതായിട്ട് വരും എന്നതാണ് ഇവിടെ ഇൻക്രിമെൻറ്റും പ്രൊബേഷനും തമ്മിൽ ബന്ധിപ്പിച്ച് 3-4 എക്സാമ്പിൾ എടുത്ത് ഞാനിവിടെ പറഞ്ഞത്. ഇതെന്തായാലും പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ, നിങ്ങൾക്ക് ആവശ്യമുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.